ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. താനൂരിൽ പെൺകുട്ടികളെ കാണാതായ സംഭവം ഫോൺ ട്രാക്ക് ചെയ്തതാണ് തുണയായതെന്ന് മലപ്പുറം പോലീസ് മേധാവി ആർ വിശ്വനാഥൻ പറഞ്ഞു. മുംബൈ പോലീസും മലയാള സമാജവും നന്നായി സഹായിച്ചു. കുട്ടികളുമായി നാളെ ഉച്ചയ്ക്ക് മുമ്പേ തിരിച്ചെത്തും. കുട്ടികൾ നടത്തിയത് സാഹസിക യാത്ര എന്ന നിലയിലേ കാണാൻ കഴിയൂ എന്നും കുട്ടികൾ വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് മിനിയാന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. പിന്നെ ഇതിൽ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇവർ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ മുതലുള്ള മുംബൈ പോലീസിൻ്റെ സപ്പോർട്ട്, അതിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹായകരമായി. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടുകൂടിയാണ് അവരുടെ പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ടായിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ പോലീസ് ടീം, എൻ്റെ SIM ടീമും അവരൊരു 1/2 hour 45 minutes അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്, പക്ഷേ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെയും നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും. എല്ലാം കൃത്യമായിരുന്നു. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരൻസിൻ്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക, പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതെ, മറ്റൊരു ഫോൺ ഓൾറെഡി ഉള്ള ഫോണില്ല, വേറൊരു ഫോണും വേറൊരു സിമ്മിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അത് പാർട്ട്ലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് അഗെയിൻ ഞങ്ങൾക്കത് ലഭിച്ച സമയത്തിന് അതും ഈ പറഞ്ഞ രീതിയിൽ ഇറ്റ് ഹാസ് ടു കം. കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്, കുട്ടികളെ വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്, ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ എന്തായിരുന്നുള്ളത്. അതിനുശേഷം വാട്ട് എവർ ലീഗൽ സ്റ്റെപ്സ് ഹാവ് ടു ബി ഡൺ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.